നമസ്കാരം. സ്കെല്ലാൻഡിസിൻ്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു ബ്രാൻഡാണ് സിട്രോയിൻ. തീർച്ചയായിട്ടും ഈ ഒരു ബ്രാൻഡിന് ഇന്ത്യയിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. കാരണം അവരുടെ വാഹനങ്ങൾ ഏകദേശം ഒരു 100 വർഷത്തോളമായിട്ട് ഗ്ലോബലി തന്നെ സെയിൽ ചെയ്യുന്ന വാഹനങ്ങളാണ്. ഒരുപാട് പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഈ ഒരു വാഹനങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ നല്ല നല്ല പ്രോഡക്റ്റുകൾ അവർ കൊണ്ടുവന്നു. ഫോർ എക്സാമ്പിൾ ബസാൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈനുള്ള ഒരു വാഹനമാണ്. നല്ല അപ്പീലിംഗ് ഉള്ള നല്ല സ്പെസിഫിക്കേഷനുള്ള ഫീച്ചറുകൾ ഒരുപാട് ഇല്ലെങ്കിൽ പോലും ഉള്ള ചില ഫീച്ചറുകളൊക്കെ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഫീച്ചറുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി എന്തുകൊണ്ടാണ് അവരുടെ സെയിൽസ് ഔട്ട്ലെറ്റ്, സർവീസ് ഔട്ട്ലെറ്റ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാത്തത്? അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്ത് വന്നിരുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാധാരണക്കാർക്ക് അഫോർഡബിൾ റേറ്റിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരുപാട് വാഹനങ്ങൾ ഇവർക്കുണ്ട്. അതിൽ ഒരു വാഹനമാണ് സിട്രോയിൻ്റെ C3 എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷനായിട്ടുള്ള ഈ C3. ഈ അഫോർഡബിൾ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം ഓൺ റോഡ് ഇറങ്ങുമ്പോഴത്തേക്കും 13 ലക്ഷം രൂപയുടെ മുകളിലായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം കോമ്പീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ പഞ്ചുമായിട്ടും അതുമാത്രമല്ല ടിയാഗോ EV ഒക്കെ ആയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പ്രൈസ് ഡിഫറൻസ് കുറച്ചധികം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്ന ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് 29.2 kWh ബാറ്ററി പാക്കാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിട്രോയിൻ്റെ ഈ C3 കൺസിഡർ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇലക്ട്രിക് വാഹനം നമ്മൾ വാങ്ങാൻ നോക്കുമ്പോഴത്തേക്കും ആദ്യം നോക്കേണ്ടത് ഇതിൻ്റെ ഒരു മെക്കാനിക്കൽ സൈഡാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി പാക്ക് എന്താണ്, ഇതിനകത്തിരിക്കുന്ന മോട്ടർ എന്താണ്, ഇത് റേഞ്ച് എത്ര നൽകും, അത് പറയുന്ന റേഞ്ചിൽ എത്ര നമുക്ക് റിയൽ ലൈഫിൽ കിട്ടും, അതുമാത്രമല്ല ഇതിൻ്റെ ഒരു ചാർജിങ് എഫിഷ്യൻസി, എത്ര സമയം കൊണ്ട് ഇത് ഫുൾ ചാർജ് ആകും, DC ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളതൊക്കെയാണ്. ആദ്യമേ നമ്മൾ ഈ ഒരു വാഹനങ്ങളൊക്കെ അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ഫാസ്റ്റ് ചാർജിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി നമുക്ക് ആവശ്യമില്ല, അത്തരത്തിലുള്ള ചാർജറൊന്നും വേണ്ട, നമുക്ക് വീട്ടിലൊക്കെ വെച്ചിട്ട് തന്നെ ചാർജ് ചെയ്യാം എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ ചിന്തിച്ചാൽ പോലും നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് സമയം 10, 12, 14 മണിക്കൂറൊക്കെ എടുത്തിട്ട് ഇത് ചാർജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക് ഈ ഒരു വാഹനം ലോങ് ചാർജിങ് ടൈം എടുക്കുന്നത് കൊണ്ട് തന്നെ യൂസ് ആകുന്നില്ല എന്നൊരു ചിന്ത വരുമ്പോഴത്തേക്കാണ് ഈ 7.3യുടെ ചാർജറൊക്കെ നമ്മൾ വാങ്ങാനായിട്ട് നിർബന്ധിതമാകുന്നത്. അപ്പോൾ എക്സ്ട്രാ ഒരു 50,000 രൂപ കൂടെ കൊടുക്കേണ്ടി വരും. ഇവിടെ പ്രധാനമായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ പോസിറ്റീവ് സൈഡ് നമുക്ക് നോക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ടു ബാക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യാനായിട്ട് കമ്പനി പറയുന്നുണ്ട്. അതായത് സ്ലോ ചാർജുകൾ ഒരുപാട് ചെയ്തിട്ട് ഇടയ്ക്ക് ഒരു 4 സ്ലോ ചാർജ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു 6 സ്ലോ ചാർജ് ചെയ്തതിന് ശേഷം ഒരു ഫാസ്റ്റ് ചാർജ്, അതാണ് ബാറ്ററി ഹെൽത്തിന് നല്ലത് എന്ന് പല കമ്പനികളും പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഫാസ്റ്റ് ചാർജ് ചെയ്യാം എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത്. 29.2 kWhന്റെ ബാറ്ററി പാക്കാണ്. അത് ക്ലെയിം ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് 320 കിലോമീറ്റർ ആണെങ്കിലും നമുക്ക് റിയൽ ലൈഫിൽ കിട്ടുന്നത് ഒരുപാട് അന്തരമുണ്ട്. ഏകദേശം ഒരു 90 കിലോമീറ്ററിൻ്റെങ്കിലും വ്യത്യാസം തീർച്ചയായിട്ടും കാണും. അതൊരു വലിയ വ്യത്യാസം തന്നെയാണ്. കാരണം ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ബ്ലേഡ് ബാറ്ററി പോലെയുള്ള ടെക്നോളജിയൊക്കെ വരുമ്പോഴത്തേക്കും ഈ അന്തരം വളരെയധികം കുറയും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു 14 ലക്ഷം 13 ലക്ഷം രൂപയൊക്കെ എടുത്തിട്ട് ഈ ഒരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞ് 1-2 വർഷം കഴിയുമ്പോൾ, മാക്സിമം 1 വർഷമോ 2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത്തരം ഈ ആക്ച്വൽ റേഞ്ചും ക്ലെയിം റേഞ്ചും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ലാത്ത രീതിയിലുള്ള വാഹനങ്ങൾ വരുമ്പോൾ നമ്മൾ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ 320 കിലോമീറ്ററാണ്. അതിപ്പോൾ ടാറ്റയുടെ വാഹനങ്ങൾ എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. 320 കിലോമീറ്റർ ഇവിടെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് പ്രായോഗികമായിട്ട് ലഭിക്കാൻ പോകുന്നത് 240 മുതൽ 250 ഇടയ്ക്കാണ്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മോട്ടറിൻ്റെ പവറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 57 PS ആണ് ഈ ഒരു മോട്ടർ ജനറേറ്റ് ചെയ്യുന്ന പവർ. പെർമനൻറ്റ് മാഗ്നറ്റിക് സിങ്ക്രണൈസ് മോട്ടറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 143 Nm ടോർക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടോർക്കിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. 57 PS പവറും 143 Nm ടോർക്കും, അതാണ് ഈ ഒരു മോട്ടറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ 107 കിലോമീറ്ററാണ് മാക്സിമം ഈ ഒരു വാഹനത്തിന് എടുക്കാൻ കഴിയുന്ന വേഗത. 0 to 60 ആണ്. 0 to 60 കിലോമീറ്റർ എത്താനായിട്ട് 6.8 സെക്കൻഡ്സ് ആണ് വേണ്ടത്. പിന്നെ നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺബോർഡായിട്ട് വന്നിട്ടുള്ളത് 3.3 കിലോവാട്ടിൻ്റെ ചാർജറാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ CC21 എന്ന് പറയുന്ന ഒരു ബോൺ ഇലക്ട്രിക് ഡിറൈവ്ഡ് പ്ലാറ്റ്ഫോം എന്ന് നമുക്കിതിനെ പറയാം.
അത് മാത്രമല്ല ഇതിൻ്റെ ഒരു ബാറ്ററിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ഡെൻസിറ്റി ലിഥിയം അയൺ ബാറ്ററിയാണ് കൊടുത്തുള്ളത്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ടാറ്റയുടെ വാഹനങ്ങളിലൊക്കെ ഒരു ആക്റ്റീവ് കൂളിംഗ് സിസ്റ്റം ബാറ്ററിക്കുണ്ട്. അതായത് ബാറ്ററിയെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിക്വിഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഇവിടെ അതില്ല. ഇവിടെ നാച്ചുറൽ എയർ സർക്കുലേഷനാണ് വന്നിട്ടുള്ളത്. അതായത് നാച്ചുറൽ കൂളിംഗ് സിസ്റ്റമാണ്, അതായത് ഒരു പാസീവ് കൂളിംഗ് സിസ്റ്റമാണ്. അത് ഇന്ത്യൻ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യയുടെ ഒരു ജിയോഗ്രഫി നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ 45 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരുന്ന സ്ഥലങ്ങളുണ്ട്. എന്തായാലും അറൗണ്ട് ഒരു 37 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ നിൽക്കുന്ന കണ്ടീഷനാണ് കൂടുതൽ. സൗത്ത് ഇന്ത്യയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും വീണ്ടും അതിൽ ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരിക്കും. എന്നാൽ പോലും ഇത്തരത്തിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ബാറ്ററിക്ക് ഒരു വില്ലനായിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇൻകോമ്പാക്റ്റിബിലിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ സസ്പെൻഷൻ മികവെന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൻ്റെ ചാർജിങ് സംബന്ധമായിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല വാഹന നിർമ്മാതാക്കളുടെയും ഇലക്ട്രിക് കാറുകൾക്ക് അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് പോലും റെക്ടിഫൈ ചെയ്യാൻ കഴിയാത്ത അവസ്ഥകളുണ്ട്. അതായത് മഴ പെയ്യുന്ന സമയത്ത് ചാർജിങ് സ്ലോട്ടിൽ വെള്ളം കയറുക, അതുമാത്രമല്ല വണ്ടി മഴയത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ മെക്കാനിക്കൽ സൈഡിന് പ്രശ്നങ്ങളുണ്ടാകുക, ഇലക്ട്രിക്കൽ സൈഡിന് പ്രശ്നങ്ങളുണ്ടാകുക. എന്തെങ്കിലും ഒരു വാർണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാതെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അഴിച്ചു മാറ്റിയിട്ട് വീണ്ടും വീണ്ടും റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു വാർണിംഗ് ലൈറ്റ് വരുമ്പോഴത്തേക്കും അത് ഓടുന്ന ഓട്ടത്തിൽ ഒന്ന് ഓഫ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഓൺ ആക്കുമ്പോഴത്തേക്കും അത് പോകും എന്ന് പറയുന്ന അവസ്ഥകളൊക്കെ പല സർവീസ് സെൻ്ററിൽ നിന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ R&D കസ്റ്റമറുടെ മുകളിൽ ചെയ്യുന്ന ബ്രാൻഡുകൾ ഇവിടെ നിലനിൽക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ ബ്രാൻഡ് അതിൻ്റെ വാഹനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രധാനമായിട്ടും ഇവരിന്ന് സർവീസ് ഒന്ന് നല്ല രീതിക്കൊന്ന് എൻഹാൻസ് ചെയ്താൽ തീർച്ചയായിട്ടും, അത് മാത്രമല്ല നല്ല രീതിക്ക് മാർക്കറ്റ് ചെയ്യുകയും വേണം. സസ്പെൻഷൻ മികവെന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ്. എന്നാൽ പ്ലാസ്റ്റിക് ക്വാളിറ്റിയും അത് മാത്രമല്ല കോസ്റ്റ് കട്ടിംഗ് ഒക്കെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും. പ്രധാനമായിട്ടും ഇലക്ട്രിക് കാർ വാങ്ങുന്ന ആളുകൾ റേഞ്ചാണ് നോക്കുന്നത്. അങ്ങനെ റേഞ്ച് നോക്കുമ്പോഴത്തേക്കും ഇത്രയും വലിയൊരു ബാറ്ററി പാക്ക് 29.2 kWh ഒരു ബാറ്ററി പാക്ക് കൊടുത്തിട്ട് 320 കിലോമീറ്റർ റേഞ്ച് പറഞ്ഞിട്ട് 230 കിട്ടുക എന്ന് പറയുന്നത് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. തീർച്ചയായിട്ടും അതിനകത്തൊക്കെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷനിലൂടെ അതൊന്ന് എൻഹാൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം തീർച്ചയായിട്ടും അക്സെപ്റ്റബിൾ ആണ്. തീർച്ചയായിട്ടും LFP ബാറ്ററികളൊക്കെ ഒരുപാട് വാഹന നിർമ്മാതാക്കൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ കണ്ടീഷനിൽ അത്രമേൽ സ്യൂട്ടാകാത്ത NMC ബാറ്ററി ആയിട്ട് വന്ന ക്രെറ്റയ്ക്ക് പോലും യാതൊരുവിധ കംപ്ലയിൻസും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് റിലയബിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഇന്ന് പുറത്തു വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വലിയ കാര്യമായിട്ടുള്ള റിലയബിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇല്ലാത്തൊരു വാഹനമാണ് സിട്രോയിൻ്റെ E-C3. തീർച്ചയായിട്ടും സസ്പെൻഷൻ മികവുകൊണ്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് കൊണ്ടും ഡ്രൈവിംഗ് ഡൈനാമിക്സ് കൊണ്ടും അതുമാത്രമല്ല ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റി കൊണ്ടും മെക്കാനിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മച്ച് ബെറ്ററാണ് മറ്റുള്ള ഇലക്ട്രിക് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. തീർച്ചയായിട്ടും ആവശ്യമില്ലാത്ത ഒരുപാട് സോഫ്റ്റ്വെയർ ബഗ്സ് ഒന്നും ഇല്ലാത്തൊരു വാഹനമാണ്. കാരണം വലിയ കാര്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിലില്ല. വളരെ സിമ്പിളാണ്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം മികച്ചൊരു വാഹനം തന്നെയാണ്. പക്ഷേ തീർച്ചയായിട്ടും കൂടുതൽ ഫീച്ചറുകൾ ആഡ് ചെയ്യണം. അത് മാത്രമല്ല റിയൽ വേൾഡ് റേഞ്ചും ആക്ച്വൽ റേഞ്ചും തമ്മിൽ വലിയ അന്തരം ഉണ്ടാകാനും പാടില്ല. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും സിട്രോൻ്റെ E-C3 എന്ന് പറയുന്ന ഒരു വാഹനം ഇന്ന് നിലവിൽ ഇറങ്ങുന്ന ഇലക്ട്രിക് കാറുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 320 കിലോമീറ്റർ പറഞ്ഞിട്ട് 230 കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ക്വസ്റ്റ്യനബിൾ ആണ്. നല്ല നല്ല വ്ളോഗ്സ് ഉണ്ടാകുമ്പോൾ വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.